എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരാൻ പോകുന്ന ASMന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച് വീഡിയോ ക്ലാസ് സീരീസിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് ഇത് അന്റാർട്ടിക്കയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് സ്ഥാപിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ്. ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചത് ചൈനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായിട്ടുള്ള അമോണിയ, ഹൈഡ്രജൻ, ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായിട്ടുള്ള അമോണിയ, അതേപോലെ തന്നെ ഹൈഡ്രജൻ, അതേപോലെ നക്ഷത്ര രൂപീകരണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തിനാണ് അന്റാർട്ടിക്കയിൽ ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് ചൈന സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചതാരാന്ന് ചോദിച്ചാൽ ചൈനയാണ് ഉത്തരമായിട്ട് വരിക. എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായ ഹൈഡ്രജൻ, അമോണിയ, അതേപോലെ തന്നെ നക്ഷത്രങ്ങളുടെ രൂപീകരണം, ഇതിനെക്കുറിച്ചുള്ള പഠനത്തിനായിട്ടാണ് ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് ചൈന അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായ ഹൈഡ്രജനെയും അമോണിയയും കുറിച്ചുള്ള പഠനത്തിനും നക്ഷത്രങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനത്തിനുമായി ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ്. ഒരു പദ്ധതിയുടെ പേരാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. പ്രൊജക്ട് എക്സ് എന്നാണ് പദ്ധതിയുടെ പേര്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പോസ്കോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനായിട്ടുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട പ്രൊജക്ട് എക്സ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഇത് ആരുടെ പദ്ധതിയാന്ന് വെച്ചാൽ കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, കേരള സർക്കാരിന്റെ പദ്ധതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന പ്രൊജക്ട് എക്സ് എന്ന് പറയുന്നത്. പോസ്കോ കേസുകളൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുക, സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രൊജക്ട് എക്സ് എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് പ്രൊജക്ട് എക്സ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. സംസ്ഥാനത്ത് പോസ്കോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് എക്സ് എന്ന് പറയുന്നത്. അടുത്തത് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതെന്ന് ചോദിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ധർമ്മടമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് ധർമ്മടമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ധർമ്മടമാണെന്നായിരുന്നു. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ രാജാവ് അമ്പലപ്പുഴയുമായി നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ഒരു ആയോധന കലാരൂപമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആയോധന കലാരൂപത്തിന്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമ്പലപ്പുഴ വേലകളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് ഈ പറയുന്ന അമ്പലപ്പുഴ വേലകളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്? മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴയുമായി നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആയോധന കലാരൂപമാണ്. അപ്പൊ ഇത് എവിടെയാണ് ഈ ഒരു ആയോധന കലാരൂപം അരങ്ങേറുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താണ്? ആയോധന കലാരൂപമായിട്ടുള്ള അമ്പലപ്പുഴ വേലകളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പരിചയപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ രാജാവ് അമ്പലപ്പുഴയുമായി നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കാൻ
ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആയോധന കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമ്പലപ്പുഴ വേലകളിയാണ്. മാർത്താണ്ഡവർമ്മ രാജാവ് അമ്പലപ്പുഴയുമായി നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആയോധന കലാരൂപം ചോദിച്ച അമ്പലപ്പുഴ വേലകളി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായിട്ട് പ്രവേശിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിന്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ഷേത്രത്തിന്റെ പേര് പീലിക്കോട് രയരമംഗലം ക്ഷേത്രമാണ്. നമ്മൾ പരിചയപ്പെടുന്നു. പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. അപ്പൊ ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ടത് എന്താണ്? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രമാണ് ഇത് പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. പീലിക്കോട് രയരമംഗലം ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായി പ്രവേശിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രമാണ് പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. അപ്പൊ പീലിക്കോട് രയരമംഗലം ക്ഷേത്രം എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാസർഗോഡ് ജില്ല. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സൂര്യ എന്ന് പറയുന്ന ഒരു പേരാണ്. എന്താണ് ഇവിടെ സൂര്യ എന്ന് പറയുന്ന പേരിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സൂര്യ എന്ന് പറയുന്നത് 3000 കിലോവാട്ട് ശേഷിയുള്ള 3000 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ്. 3000 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. സംവിധാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സൂര്യയാണ്. സൂര്യ എന്ന് പറയുന്നത് 3000 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ്. അപ്പൊ ഇത് ആരാണ് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ DRDO ആണ്. നമ്മുടെ DRDO ആണ് ഈ പറയുന്ന സൂര്യ എന്ന് പറയുന്ന 3000 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന, അപ്പൊ 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ആയുധങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ലേസർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആയുധ സംവിധാനമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട സൂര്യ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കാൻ പറ്റുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ് സൂര്യ എന്ന് പറയുന്നത്. DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേര് ചോദിച്ചാൽ സൂര്യ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേരെന്താണ്? സൂര്യ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചതോടുകൂടി ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള എത്രാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു? 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക, ചൈന, റഷ്യ, USA, അതേപോലെ തന്നെ ചൈന, അതേപോലെ റഷ്യ, ഇത്രയും രാജ്യങ്ങളാണ് ഈ ഒരു ലേസർ അധിഷ്ഠിത സംവിധാനമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 4ാമതായിട്ട് ആ ഒരു പട്ടികയിലേക്ക് ആരും വരികയാണ്? നമ്മുടെ ഇന്ത്യയും കൂടെ കടന്നു വരികയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുമ്പ് USA, അമേരിക്ക, ചൈന, ഈ 3 രാജ്യങ്ങൾക്കായിരുന്നു ലേസർ അധിഷ്ഠിത ആയുധ ശേഷി ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ് സൂര്യ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു ആയുധ സംവിധാനം നമ്മൾ വികസിപ്പിച്ചതോടുകൂടി ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ഇതിനു മുമ്പ് ഈ സംവിധാനം കൊണ്ടായിരുന്ന 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ USA ആണ്, മറ്റൊന്ന് ചൈനയാണ്, മറ്റൊന്ന് റഷ്യയാണ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. 2 വേദികൾ
നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ വേദി G20 ഉച്ചകോടിയുടെ വേദിയാണ്. 2025 അതേപോലെ തന്നെ 2026 2025 അടുത്ത വർഷം 2026 വേദിയാണ് നമ്മൾ പഠിക്കുന്നത്. 2025 ദക്ഷിണാഫ്രിക്കയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദക്ഷിണാഫ്രിക്ക. അതേപോലെ തന്നെ 2026 കാനഡയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ദക്ഷിണാഫ്രിക്ക, 2026 കാനഡ. ഇനി 2024 ചോദിക്കുകയാണെങ്കിൽ 2024 ചോദിക്കുകയാണെങ്കിൽ അത് ബ്രസീലാണ്. എവിടെയാണ്? ബ്രസീലാണ്. അതേപോലെ 2023 നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് നടന്നത്. എവിടെ വെച്ച് നടന്നത്? നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നത്. അപ്പൊ 2023 ഇന്ത്യ, 2024 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. അതേപോലെ 2025 അവിടെ ഉത്തരമായിട്ട് തന്നെ ദക്ഷിണാഫ്രിക്ക, അതേപോലെ 2026 കാനഡ. ഇത് G20 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി G7 ചോദിക്കാം. G7 2027 നമ്മളോട് പരിചയപ്പെടുന്നത് അടുത്ത ഒരു വേദിയാണ്. G7 സബ്മിറ്റ്. ഇതിന്റെ വേദി 2025 എവിടെയാണെന്ന് വെച്ചാൽ അത് കാനഡയിലാണ്. കാനഡയിൽ വെച്ചിട്ടാണ് നടന്നത്. കാനഡയിലെ എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക കനാനസ്കിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഓർക്കുക, കനാനസ്കിസ് എന്ന് പറയുന്ന സ്ഥലം, കാനഡ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഉച്ചകോടികളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഒന്ന് G20 ഉച്ചകോടിയും മറ്റൊന്ന് G7 ഉച്ചകോടിയും. G20 നമ്മൾ പരിചയപ്പെട്ടു. G20 ഉച്ചകോടി 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം ബ്രസീലിൽ വെച്ചിട്ട്, ഈ ഒരു വർഷം ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്, ഇനി നടക്കാൻ പോകുന്നത് കാനഡയിൽ വെച്ചിട്ട്. അപ്പൊ ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, കാനഡ. ഇനി G7 ഓർത്തിരിക്കേണ്ട 2025 കാര്യമാണ്. അത് എവിടെ വെച്ചാന്ന് വെച്ചാൽ കാനഡയിൽ വെച്ചിട്ടാണ്. ഇനി 2024 ചോദിക്കുകയാണെങ്കിൽ അവിടെ ഇറ്റലിയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെ വെച്ചിട്ടാണ്? ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇറ്റലിയിലെ അപൂലിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ രണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പൊ G20 ഉച്ചകോടി അതിന്റെ വേദിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ ഒരു വർഷം എവിടെ വെച്ചാന്ന് വെച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അടുത്ത വർഷം എവിടെയെന്ന് വെച്ചാൽ കാനഡയിൽ വെച്ചിട്ടാണ്. അതുപോലെ 24 എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു. 23 നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ G7 ആണ്. G7 കാനഡയിൽ വെച്ച് നടന്ന ഈ ഒരു വർഷം. അതേസമയത്ത് അടുത്ത വർഷം 24 നടക്കാനായിട്ട് പോകുന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതായത് നടന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. 24 നടന്നത് ഇറ്റലി വെച്ചിട്ടാണ്. ഈ ഒരു വർഷം നടന്നത് കാനഡയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ രണ്ട് സബ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് IPL 2025 ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് IPL 2025. IPL 2025 കപ്പ് ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കിരീടം ഉയർത്തിയത് ആരാണ്, ഏത് ടീമാണ് എന്ന് ചോദിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇവരുടെ ആദ്യത്തെ കിരീടമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ IPL 2025 ആ ഒരു എഡിഷനിൽ കിരീടം ഉയർത്തിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ആദ്യമായിട്ടാണ് ഇവര് കിരീടം ഉയർത്തുന്നത്. അപ്പൊ ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്നൊരു ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമ്മുടെ കോഹ്ലിയുടെ പേരുണ്ടായിരിക്കും. കോഹ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുക. പക്ഷെ ഓർത്തിരിക്കുക, ക്യാപ്റ്റൻ ആരെന്ന് വെച്ചാൽ രജിത് പടിദാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ IPL 2025 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം ഉയർത്തി രജിത് പടിദാർ ആണ് ക്യാപ്റ്റൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ആരെ പരാജയപ്പെടുത്തിയിട്ടാന്ന് വെച്ചാൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ ഒരു കപ്പ് ഉയർത്തിയത്. ഈ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു വെച്ചാൽ ശ്രേയസ് അയ്യർ എന്ന പേര് ഓർത്തിരിക്കുക. IPL 2025 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കപ്പ് ഉയർത്തിയത്. അവർ ആരെ പരാജയപ്പെടുത്തി? പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആണ്. IPL 2025
റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കപ്പ് ഉയർത്തുമ്പോൾ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്ന് വെച്ചാൽ രജിത് പടിദാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. നമ്മൾ പരിചയപ്പെട്ട പേര് രജിത് പടിദാർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ IPL 2025 ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് നോക്കാം. ഈ ഒരു ഫൈനൽ മത്സരം നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പറയുന്ന IPL 2025 ഫൈനൽ മത്സരം നടന്നത് എവിടെ വെച്ചാന്ന് വെച്ചാൽ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. അപ്പൊ ഫൈനൽ മത്സരം നടക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അതേപോലെ തന്നെ പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നത്. ഈ ഒരു മത്സരം നടക്കുന്ന വേദി എന്ന് പറയുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ്. നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അഹമ്മദാബാദ്. അപ്പോൾ നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് വെച്ചിട്ട് ഈ പറയുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള ഫൈനൽ മത്സരം നടക്കുന്നു. ഈ ഒരു മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? പ്ലെയർ ഓഫ് ദി മാച്ച്. പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത് ഫൈനൽ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൃണാൽ പാണ്ഡ്യയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കൃണാൽ പാണ്ഡ്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കൃണാൽ പാണ്ഡ്യ 2 IPL ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്ന ആദ്യ താരം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2 IPL ഫൈനലുകളിൽ ഇതിനു മുമ്പ് 2017 ഇപ്പം 2025 ഇദ്ദേഹം എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 IPL ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി മാറുന്ന ആദ്യ താരമാണ് ആര്? കൃണാൽ പാണ്ഡ്യ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ്? IPL ഫൈനലിൽ കൃണാൽ പാണ്ഡ്യയാണ്. അദ്ദേഹത്തിന്റെ ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. അതേപോലെ തന്നെ 2 IPL ഫൈനൽ മാച്ചിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന ആദ്യ താരം കൂടിയായിട്ട് ആര് മാറി? കൃണാൽ പാണ്ഡ്യ മാറി. 2017 ഫൈനലിലും ഇദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു. ഇപ്പൊ 2025 ഇദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ്? ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ്? ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ്? അപ്പൊ ഈ ഓറഞ്ച് എന്ന് കേൾക്കുമ്പോൾ അവിടെ ഈ ഒരു കാര്യം എടുക്കുക. നമ്മൾ റൺ എന്ന് എഴുതില്ല, റൺസ് എന്ന് എഴുതുമ്പോൾ റൺസ് RUNS എന്നല്ല എഴുതുക. അതേപോലെ ഇവിടെ ജസ്റ്റ് അതുമായിട്ട് സാമ്യം വെക്കുക. റൺസ് അങ്ങനെ ഒന്ന് സാമ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുന്നത് ഈ IPL സീസണിൽ ഒരു IPL സീസൺ നമ്മൾ എടുക്കുന്നു, എല്ലാ മത്സരങ്ങളും എടുക്കുന്നു. അവിടെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിന് നൽകുന്നതാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിന് നൽകുന്നതാണ് ഈ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിന് നൽകുന്നതാണ് ഓറഞ്ച് ക്യാപ്പ്. അപ്പൊ ഇത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സായി സുദർശനാണ്. എന്താണ്? സായി സുദർശനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഓറഞ്ച് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹായ് എന്ന് പറയില്ല അല്ലെ? ഓറഞ്ച് ഒക്കെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ കിട്ടിയ ഹായ് എന്ന് പറയും പോലെ ഇവിടെ സായി ഹായ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അവിടെ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതിനാണ് സായി സുദർശനാണ്. 759 റൺസ് അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന്റെ ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് ഇദ്ദേഹം എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട സായി സുദർശൻ IPL ഓറഞ്ച് ക്യാപ്പ് ലഭിച്ച വ്യക്തി. ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത വ്യക്തിക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അതേപോലെ തന്നെ അത് ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ സായി സുദർശനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മളിപ്പോ റൺസ് പഠിച്ചല്ലോ. റൺസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരത്തിന് കൊടുക്കുന്ന ഇതെന്താണ്? അവിടെ ഓർത്തിരിക്കേണ്ടത് പർപ്പിൾ ക്യാപ്പാണ്. എന്താണ്? പർപ്പിൾ ക്യാപ്പാണ് അവിടെ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആൾക്ക് പർപ്പിൾ ക്യാപ്പാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഓറഞ്ച് ക്യാപ്പും ഉണ്ട്, പർപ്പിൾ ക്യാപ്പും ഉണ്ട്. ഓറഞ്ച് ക്യാപ്പ് എന്ന് പറയുന്നത് റൺസ് എടുത്താണ് നമ്മൾ പഠിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞു. പർപ്പിൾ ക്യാപ്പ് എന്തായിരിക്കും? വിക്കറ്റ് എടുത്തവർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ പർപ്പിൾ ക്യാപ്പിലേക്ക് വരുമ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് പ്രസീദ് കൃഷ്ണയ്ക്കാണ്. ആർക്കാണ്? പ്രസീദ് കൃഷ്ണയ്ക്കാണ് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് ലഭിച്ചത്? പ്രസീദ് കൃഷ്ണയ്ക്കാണ് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതും ഓർക്കാം. പർപ്പിളിന്റെ പ്രായം പ്രസീദിന്റെ പ്രായം ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പർപ്പിൾ പ്രസീദ് കൃഷ്ണ എന്ന് ഓർക്കുക. പർപ്പിൾ പ്രസീദ് കൃഷ്ണ എന്ന് ഓർക്കുക. ഇത് എന്താണ്? ഏറ്റവും കൂടുതൽ വിക്കറ്റിനാണ് ഇദ്ദേഹം 25 വിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 25 വിക്കറ്റ് എടുത്തു. അപ്പൊ നമ്മൾ ഓറഞ്ച് ക്യാപ്പ് നമ്മൾ പഠിച്ചു. ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സായി സുദർശനാണ്.
അതേപോലെ പർപ്പിൾ ക്യാപ്പ് ലഭിച്ചിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ പ്രസീദ് കൃഷ്ണയ്ക്കാണ്. ഇദ്ദേഹം ഏത് ടീമിലെ അംഗമാണ്? ഗുജറാത്ത് ടൈറ്റൻസിലെ അംഗമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഗുജറാത്ത് ടൈറ്റൻസിലെ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് IPL 2025മായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. ഇനി മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്ത ആരാന്ന് ചോദിച്ചാൽ അത് സൂര്യകുമാർ യാദവിനാണ്. IPL 2025 മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സൂര്യകുമാർ യാദവാണ്. സൂര്യകുമാർ യാദവിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം ഏത് ടീമിലെ അംഗമാണ്? മുംബൈ ഇന്ത്യൻസ് ടീമിലെ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. IPLന്റെ ഒരു സീസണിലെ മികച്ച താരത്തിന് നൽകുന്ന അവാർഡാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്ന് പറയുന്നത്. സൂര്യകുമാർ യാദവിനാണ് ആ ഒരു പുരസ്കാരം കിട്ടിയത്. ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന് ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ്? സായി സുദർശന്. അതേപോലെ പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് പ്രസീദ് കൃഷ്ണയ്ക്ക്. പിന്നെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറിനുള്ള പുരസ്കാരം കിട്ടിയത് സൂര്യകുമാർ യാദവിനാണ്. അതേപോലെ ഫൈനൽ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത് കൃണാൽ പാണ്ഡെയാണ്. 2 IPL ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്ന ആദ്യ താരം കൂടിയാണ് കൃണാൽ പാണ്ഡെ. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി അടുത്ത് നമ്മളിവിടെ പറയാനുള്ളത് ഏറ്റവും മികച്ച യുവ താരത്തിലുള്ള എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പുരസ്കാരമാണ് IPLുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ് എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ. എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ. ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സായി സുദർശനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സായി സുദർശനാണ് ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സായി സുദർശൻ. അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് ലഭിച്ചത്? ഈ പറയുന്ന എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. സായി സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. അപ്പൊ ഏറ്റവും മികച്ച യുവതാരത്തിലുള്ള പുരസ്കാരം, ഇത് ഏറ്റവും മികച്ച യുവതാരത്തിലുള്ള പുരസ്കാരമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്ത എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ എന്ന് പറയുന്നത്. ഇനി ടൂർണമെന്റിലെ മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം കിട്ടിയത് കാമിന്ദു മെൻഡീസിനാണ്. അപ്പോൾ ടൂർണമെന്റിലെ മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാമിന്ദു മെൻഡീസിനാണ്. ആർക്കാണ്? കാമിന്ദു മെൻഡീസിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. കാമിന്ദു മെൻഡീസിനാണ്. ഇത് സൺറൈസേഴ്സ് ഹൈദരാബാദിലെ താരമാണ് ഇദ്ദേഹം. ഇനി ഫെയർ പ്ലേ പുരസ്കാരം, ഏറ്റവും നല്ല ടീമിനൊക്കെ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ഫെയർ പ്ലേ അവാർഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ലഭിച്ചിരിക്കുന്നത് ഏത് ടീമിനാണെന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ് ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ്. ഫെയർ പ്ലേ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കുന്ന ഒരു ഇഡിയമാണ്. ഹോണസ്റ്റി എന്നാണ് അവിടെ അർത്ഥം വരിക. നമ്മൾ പല ഫുട്ബോൾ മത്സരത്തിലൊക്കെ ഫെയർ പ്ലേ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഫെയർ പ്ലേ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യസന്ധമായിട്ട് ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീം. ആ ഒരു രീതിയിൽ CSKയ്ക്കാണ് ഫെയർ പ്ലേ പുരസ്കാരം കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി IPLുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു താരമാണ് സൂര്യവംശി. നമ്മൾ പരിചയപ്പെടുന്നത് സൂര്യവംശി വൈഭവ് സൂര്യവംശി എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, IPL 2025 സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് വൈഭവ് സൂര്യവംശിയാണ്. IPL 2025 സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് ആരെയാണ്? നമ്മുടെ ഈ പറയുന്ന വൈഭവ് സൂര്യവംശിനെയാണ്. ഇദ്ദേഹം ഏത് ടീമിലെ അംഗമാണെന്ന് വെച്ചാൽ രാജസ്ഥാൻ റോയൽസ് ടീമിലെ അംഗമാണ്. അപ്പോൾ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസ് ടീമിലെ അംഗമാണ്. IPL 2025 സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് വൈഭവ് സൂര്യവംശിനെയാണ്. ഇനി IPLിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്, അതാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന്. പ്രായം കുറഞ്ഞ താരമാണ്. വെറും 14 വയസ്സ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഇനി ഏറ്റവും വേഗത്തിൽ IPL സെഞ്ചുറി നേടി, IPLിൽ വേഗതയേറിയ സെഞ്ചുറി നേടി ആരാണ്? ഈ പറയുന്ന വൈഭവ് സൂര്യവംശി. 35 പന്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ സെഞ്ചുറി നേടുന്നത്. ഇനി T20യിൽ ഈ പറയുന്ന സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, T20യിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്നൊരു പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ വൈഭവ് സൂര്യവംശിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഒന്ന്, നമ്മൾ പരിചയപ്പെട്ടത് വൈഭവ് സൂര്യവംശി
IPL 2025 സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടിയ വ്യക്തിയാണ്. രാജസ്ഥാൻ റോയൽ ചലഞ്ചേഴ്സിന്റെ താരമാണ്. അതേപോലെ തന്നെ IPL അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 14 വയസ്സേ ഉള്ളൂ. ഏറ്റവും വേഗതയേറിയ IPL സെഞ്ചുറി നേടിയ താരമാണ്. അവിടെ 35 റൺസാണ്, 35 പന്തിൽ നിന്നാണ് ഏറ്റവും വേഗതയേറിയ IPL സെഞ്ചുറി ഈ ഒരു ഇന്ത്യൻ താരം കരസ്ഥമാക്കുന്നത്. T20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നൊരു പ്രത്യേകത ഇനി ആരുടെ പേരിലാണ്? വൈഭവ് സൂര്യവംശിയുടെ പേരിലാണ്. ഇനി ഏറ്റവും കൂടുതൽ IPL കിരീടം നേടിയിരിക്കുന്നത്, IPL ഏറ്റവും കൂടുതൽ കിരീടം നേടിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസുമാണ്. ഇനി ആദ്യ സീസൺ നടക്കുന്ന 2008 ചോദിക്കാൻ ചിലപ്പോ 2008 IPL ആദ്യ സീസൺ നടക്കുന്നത്. അവിടെ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു കപ്പ് ഉയർത്തിയത്. ഇനി 2025 ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിരുന്നു കപ്പ് ഉയർത്തിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ വിജയികൾക്കുള്ള സമ്മാനത്തുക എന്ന് പറയുമ്പോൾ 20 കോടി രൂപയാണ്. ഈ രണ്ടാം സ്ഥാനം നേടുന്നവർക്കോ 12.5 കോടി രൂപയാണ്. അതുപോലെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് IPL സമാപന ചടങ്ങിൽ എന്താണ് ആദരവൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിൽ പങ്കെടുത്ത മലയാളികളുടെ പേരൊന്ന് പ്രത്യേകം നോട്ടി വെക്കുക. IPL പങ്കെടുത്ത മലയാളികൾ ആരെല്ലാമാണെന്ന് ചോദിക്കാം. മലയാളികൾ ആരെല്ലാമാണെന്ന് ചോദിക്കാം. മൊത്തം 4 മലയാളികൾ പങ്കെടുത്തു. അതിൽ ഒന്നാമത്തെ പേര് വിഷ്ണു വിനോദാണ്. IPL പങ്കെടുത്ത ഒരു മലയാളിയാണ് വിഷ്ണു വിനോദ്. അദ്ദേഹം പഞ്ചാബ് കിങ്സിലെ താരമാണ്. മറ്റൊരു മലയാളി എന്ന് പറയുന്നത് സച്ചിൻ ബേബിയാണ് മറ്റൊരു മലയാളി. അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെ അംഗമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. പിന്നെ അടുത്തൊരു മലയാളി എന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂറാണ്. അടുത്തൊരു മലയാളി ആരാണ്? വിഘ്നേഷ് പുത്തൂറാണെന്ന് കാര്യം ഓർത്തിരിക്കുക. വിഘ്നേഷ് പുത്തൂറാണ്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ ടീമിലെ അംഗമാണ്. അതേപോലെ അടുത്തൊരു മലയാളി സഞ്ജു സാംസൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സഞ്ജു സാംസൺ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ അത് രാജസ്ഥാൻ റോയൽസ് ടീമിലെ അംഗമാണ്. അപ്പൊ ഇവിടെ നമ്മൾ സഞ്ജു സാംസൺ, സച്ചിൻ ബേബി ഇത് രണ്ടും നമ്മളെ ഇടയ്ക്കിടയ്ക്കൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പേരുകൾ തന്നെയാണ്. പിന്നെ വരുന്ന ഒരു പേര് വിഷ്ണു വിനോദും മറ്റൊന്ന് വിഘ്നേഷ് പുത്തൂറുമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. വിഷ്ണു വിനോദും വിഘ്നേഷ് പുത്തൂറും. അപ്പൊ സച്ചിൻ ബേബി, അതേപോലെ തന്നെ സഞ്ജു സാംസൺ, മറ്റൊരു പേര് വിഷ്ണു വിനോദ്, അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂർ. ഇതിൽ ഈ വിഘ്നേഷ് പുത്തൂറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് വന്നിരുന്നു. IPL അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ മലയാളി താരം. IPL അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ മലയാളി താരം ആരെന്ന് വെച്ചാൽ വിഘ്നേഷ് പുത്തൂറാണ്. അന്ന് അവിടെ 5 വിക്കറ്റ് എന്നായിരുന്നു തന്നത്. അതങ്ങനെ ഡിലീറ്റ് ആക്കി കളഞ്ഞു നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ ചോദ്യത്തില്. പക്ഷെ അവിടെ വേറെ എന്താണ് 3 വിക്കറ്റ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. IPL അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ മലയാളി താരമാണ് വിഘ്നേഷ് പുത്തൂർ. പിന്നീട് അയാൾ 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പക്ഷെ IPL അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ നമ്മുടെ മലയാളി താരമാണ് ആര്? വിഘ്നേഷ് പുത്തൂർ എന്ന കാര്യം ഓർത്തിരിക്കുക. 2025 IPL ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. IPL ബന്ധപ്പെട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, കേട്ടിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം പറഞ്ഞത് കപ്പ് ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. അവരുടെ എത്രാമത്തെ കിരീടമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കിരീടമാണ്. ആരായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചാൽ രജിത് പടിദാർ എന്ന പേര് ഓർത്തിരിക്കുക. ഏത് ടീമിനെ പരാജയപ്പെടുത്തിയിട്ടാണ് IPL 2025 റോയൽ ചലഞ്ചേഴ്സ് കപ്പ് ഉയർത്തിയെന്ന് വെച്ചാൽ പഞ്ചാബ് കിങ്സിനെയാണ്. അപ്പൊ റണ്ണറപ്പ് ആയ ടീം ഏതാണെന്ന് വെച്ചാൽ പഞ്ചാബ് കിങ്സ് ആണ്. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആണെന്ന് വെച്ചാൽ ശ്രേയസ് അയ്യർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. IPL ഫൈനലിന്റെ വേദി വെച്ചാൽ നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഫൈനൽ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുത്തത് കൃണാൽ പാണ്ഡെയാണ്. അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിലെ അംഗമാണ്. 2 IPL ഫൈനലുകളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന ആദ്യ താരമാരെന്ന് ചോദിച്ചാൽ കൃണാൽ പാണ്ഡെയാണ്. 2017 അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2017 തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ 2025 തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 2 IPL ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്ന ആദ്യ താരമായിട്ട് കൃണാൽ പാണ്ഡെ മാറി. ഇനി നമ്മൾ പഠിച്ചത് ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കെന്നാണ്? സായി സുദർശനാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ടീമിലെ അംഗമാണ്. 759 റൺസാണ് അദ്ദേഹം നേടിയത്. ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരനാണ്. അപ്പൊ അത് ഓർത്തിരിക്കാൻ ഓറഞ്ചിലെ 6 റൺ അതൊക്കെ ആയിട്ടൊന്നും കണക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു.
പിന്നെ വരുന്ന പർപ്പിൾ ക്യാപ്പ് ആണ്. ഇപ്പോൾ ഓറഞ്ച് ക്യാപ്സ് റണ്ണ് നേടിയവർക്കാണെങ്കിൽ പർപ്പിൾ ക്യാപ്പ് എന്തായിരിക്കും, വിക്കറ്റ് നേടിയ ആൾക്കായിരിക്കും. അപ്പോൾ പർപ്പിളിന്റെ പായും പ്രായും ഒന്ന് ബന്ധിപ്പിച്ച പ്രസീദ് കൃഷ്ണ എന്നതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അടുത്ത നമ്മൾ പരിചയപ്പെട്ടത് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവ് ആണ്. മുംബൈ ഇന്ത്യൻസ് ആണ് അദ്ദേഹത്തിന്റെ ടീം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും മികച്ച യുവതാരത്തിന് കൊടുക്കുന്ന എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് കിട്ടിയത് നമ്മളിപ്പോൾ പറഞ്ഞ ഓറഞ്ച് ക്യാപ്പ് ലഭിച്ച സായി സുദർശന് തന്നെയാണ്. ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് സായി സുദർശനാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ടൂർണമെന്റിലെ മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം കിട്ടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെ കാമിന്ദു മെൻഡീസിനാണ്. ഫെയർ പ്ലേ പുരസ്കാരം നേടിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. പിന്നെ സൂര്യവംശിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. IPL 2025 സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത് വൈഭവ് സൂര്യവംശിയാണ്. രാജസ്ഥാൻ റോയൽസ് ആണ് അദ്ദേഹത്തിന്റെ ടീം. IPL അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 14 വയസ്സിലാണ് അരങ്ങേറ്റം കുറിച്ചത്. ഏറ്റവും വേഗമേറിയ IPL സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമാണ്. 35 പന്തിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി നേടിയത്. T20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ കിരീടം നേടിയ 2 ടീമുകളുണ്ട്. അതിലൊന്ന് മുംബൈ ഇന്ത്യൻസ്, മറ്റൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 വീതം ഇരു ടീമുകളും കിരീടം നേടി. അതേപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ആണ് ആദ്യ കിരീടം നേടിയത്. അപ്പോൾ ആദ്യ മത്സരം നടന്നത് 2008 ഇനി 2024 വിജയി ആരെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനത്തുക 20 കോടിയാണ്. റണ്ണറപ്പിനാണെങ്കിൽ 12.5 കോടി കിട്ടും. അതുപോലെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് IPL സമാപന ചടങ്ങിൽ ആദരം നൽകി എന്ന് നമ്മൾ പഠിച്ചു. ഇനി IPL 2025 സീസണിലെ 4 മലയാളികളുടെ പേര് പഠിച്ചു. അതിലൊന്ന് നമ്മുടെ സഞ്ജു സാംസൺ, മറ്റൊന്ന് സച്ചിൻ ബേബി, പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് വിഷ്ണു വിനോദ്, പിന്നെ വിഘ്നേഷ് പുത്തൂർ. ഇതില് സഞ്ജു സാംസൺ ഏത് ടീമിലാണെന്ന് വെച്ചാൽ രാജസ്ഥാൻ റോയൽസ് ആണ്. വിഷ്ണു വിനോദ് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബ് കിങ്സിലാണ് വിഷ്ണു വിനോദ്. പിന്നെ സച്ചിൻ ബേബി ചോദിച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. സച്ചിൻ ബേബി സൺറൈസേഴ്സ് ഹൈദരാബാദ്. സച്ചിന്റെ സായും സൺറൈസേഴ്സിന്റെ സായും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വിഷ്ണു വിനോദ് പഞ്ചാബ് കിങ്സിലാണ്. അതുപോലെ വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിലാണ്. സഞ്ജു സാംസണോ രാജസ്ഥാൻ റോയൽസിനാണ്. അതിൽ വിഘ്നേഷ് പുത്തൂറുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. IPL 2025 അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ മലയാളി ആരെന്ന് വെച്ചാൽ വിഘ്നേഷ് പുത്തൂർ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് IPL ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്ന IPL ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. IPL മത്സരത്തില് ഇന്ത്യൻ താരത്തിന്റെ IPL മത്സരത്തിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയതാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 141 അദ്ദേഹം നേടിയിരിക്കുന്ന റണ്ണ് 55 പന്തിൽ നിന്നാണ്. അഭിഷേക് വർമ്മ എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. ആരാണ്? അഭിഷേക് വർമ്മ. നമ്മൾ സൂര്യവംശി എന്നാണ് പഠിച്ചത്. അവിടെ ഏറ്റവും കൂടുതൽ വേഗതയേറിയ സെഞ്ചുറി നേടിയത് 35 പന്തിൽ. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം. IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ 55 പന്തിൽ 141 റൺസ് നേടിയ അഭിഷേക് വർമ്മയുടേതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് അദ്ദേഹത്തിന്റെ ടീം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ 55 പന്തിൽ 141 റൺസ് നേടി ചരിത്രം കുറിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലെ അഭിഷേക് വർമ്മയാണെന്ന് ഓർക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്നാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീ സാക്ഷരത എടുക്കുമ്പോൾ അതില് രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 95.2% ഇവിടെ കണക്കുകൾ പറയുന്നത്. അതേ സമയത്ത് ദിവസവേതനത്തിൽ സ്ത്രീ പുരുഷ അന്തരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാലും കേരളം തന്നെയാണ്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സ്ത്രീ സാക്ഷരത, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളമാണ്. സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്, 95.2%. ദിവസവേതനം എടുക്കുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ അന്തരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. സ്ത്രീ പുരുഷ അന്തരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ദിവസവേതനത്തിൽ ഉള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പൊ സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. സ്ത്രീ പുരുഷ വേതനം നമ്മൾ എടുക്കുമ്പോൾ അതിനിടയിലുള്ള ഒരു അന്തരമുണ്ട്. സ്ത്രീ പുരുഷ വേതനത്തിലെ അന്തരം അത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഇത് തന്നെയാണ്, നമ്മുടെ കേരളം തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്ത്രീ സാക്ഷരതയിൽ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ദിവസവേതനത്തിൽ സ്ത്രീ പുരുഷ അന്തരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണ്. അടുത്തത്, സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ പുതിയ കണ്ടൽ കാടുകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.
ആ പുതിയ കണ്ടൽക്കാടുകൾ എവിടെയെല്ലാമാണെന്ന് വെച്ചാൽ ഒന്ന് എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ്. എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് എവിടെയാണ്? എറണാകുളത്താണ്. എറണാകുളം. അപ്പൊ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ്. 2 തൃശ്ശൂർ ജില്ലയിലെ വെൺമനാട്. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെൺമനാട്. അപ്പൊ വെൺമനാട് എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പുതിയ കണ്ടൽ കാടുകൾ. സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കേരളത്തിലെ പുതിയ കണ്ടൽ കാടുകളാണ്. ഒന്ന് എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ്, 2 തൃശ്ശൂർ ജില്ലയിലെ വെൺമനാട്, മറ്റൊന്ന് കോഴിക്കോട്, അടുത്തത് കണ്ണൂർ ജില്ലയിലെ എരിഞ്ഞോളി. കണ്ണൂർ ജില്ലയിലെ എരിഞ്ഞോളി എവിടെയാണ്? കണ്ണൂരാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന പുതിയ കണ്ടൽ കാടുകളാണ്. ഒന്ന് പുതുവൈപ്പ് എറണാകുളം, 2 വെൺമനാട് തൃശ്ശൂർ, 3 കോഴിക്കോട്, 4 കണ്ണൂർ ജില്ലയിലെ എരിഞ്ഞോളി. പുതുവൈപ്പ് എറണാകുളം, വെൺമനാട് തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ എരിഞ്ഞോളി കണ്ണൂര്. ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പുതിയ കണ്ടൽ കാടുകൾ ഏതെല്ലാമാണ്? ഒന്ന് പുതുവൈപ്പാണ്, 2 വെൺമനാടാണ്, 3 കോഴിക്കോടാണ്, 4 എരിഞ്ഞോലിയാണ്. അപ്പോൾ പുതുവൈപ്പ് എവിടാന്ന് വെച്ചാൽ എറണാകുളത്ത്, വെൺമനാട് തൃശ്ശൂരിൽ, പിന്നെ കോഴിക്കോട്, പിന്നെ വരുന്ന എരിഞ്ഞോളി കണ്ണൂർ. ഈ പേരുകൾ ഓർക്കാം. പുതുവൈപ്പ്, വെൺമനാട്, കോഴിക്കോട്, എരിഞ്ഞോളി. പുതുവൈപ്പ്, വെൺമനാട്, കോഴിക്കോട്, എരിഞ്ഞോളി സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പുതിയ കണ്ടൽ കാടുകളാണ്. അത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വൃത്തി എന്ന് പറയുന്ന ഒരു ദേശീയ കോൺക്ലേവ് ആണ്. ഈ ഒരു കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ്. ഇത് ആരാണ് സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ തദ്ദേശ വകുപ്പാണ്. ആരാണ് സംഘടിപ്പിച്ചത്? തദ്ദേശ വകുപ്പാണ് സംഘടിപ്പിച്ചത്. നമ്മളോട് പറഞ്ഞെന്താണ്? തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി എന്ന ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരത്താണ്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി എന്ന ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതി അംഗീകാരത്തോടെ 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒന്നും ഒപ്പില്ലാതെ സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടുകൂടി 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പൊ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തമിഴ്നാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആര്യഭട്ടയാണ്. ഏതാണ്? ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഏപ്രിൽ മാസം 19 തീയതിയാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അപ്പോ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ആര്യഭട്ടയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. 1975 ഏപ്രിൽ 19 ഇത് വിക്ഷേപിക്കുന്നത്. 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന 2025 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് ആര്യഭട്ട എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? ദാരിപ്പള്ളി രാമയ്യ. എന്താണ്? ദാരിപ്പള്ളി രാമയ്യ എന്നാണ് ഉത്തരം. അപ്പൊ ഇത് തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. 2025 മെയ് മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം അന്തരിച്ചു. 2025 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം അന്തരിച്ചു. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ വിഖ്യാത കഥക് നർത്തകിയുടെ പേര് ഓർത്തിരിക്കണം. കുമുദിനി ലാഗിയാണ്. ആരാണ്? കുമുദിനി ലാഗിയ. ഇവർ ഏത് കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരമായിട്ട് വരേണ്ടത് കഥക് നർത്തകിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പലപ്പോഴും PSCയിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ കുമുദിനി ലാഗിയ പ്രസിദ്ധമായിട്ടുള്ള കഥക് നർത്തകി. അവര് ഈ 2025 ഏപ്രിലിൽ അന്തരിച്ചു. അപ്പൊ 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനാണ് ദാരിപ്പള്ളി രാമയ്യ. പിന്നെ കഥക് നർത്തകിയാണ് കുമുദിനി ലാഗിയ. ഈ പേരുകൾ ഓർത്തിരിക്കുക. ലോകത്തില് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിട്ട് മാറിയത് ഏതാണെന്ന് വെച്ചാൽ അത് ChatGPT ആണ്. ലോകത്തില് ഏറ്റവും അധികം
ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിട്ട് മാറിയിരിക്കുകയാണ് ചാറ്റ് ജി പി ടി. ഏതാണ്? ചാറ്റ് ജി പി ടി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു പേര് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പേര് എം ബാബുരാജ് ആണ്. എം ബാബുരാജ്. എം ബാബു രാജ്. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. എം ബാബുരാജ് എന്ന കായിക താരം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാലോ അദ്ദേഹം ഒരു ഫുട്ബോൾ താരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാണ്? ഫുട്ബോൾ താരമാണ്. ഈ അടുത്താണ് അദ്ദേഹം അന്തരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈയിടെ ഇന്ത്യയിൽ കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ഒരു ചിലന്തിയുണ്ട്. അപ്പൊ ഈ അടുത്ത് ഇന്ത്യയിൽ കണ്ടെത്തിയ മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ഒരു ചിലന്തിയുണ്ട്. ആ ചിലന്തിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്ന ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ചിലന്തിയുടെ പേര്. ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ചിലന്തിയുടെ പേര്. അപ്പൊ ഈയിടെ ഇന്ത്യയിൽ കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ചിലന്തിയാണ് ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ചിലന്തിയുടെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഈയിടെ ഇന്ത്യയിൽ കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ചിലന്തി ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ആ ഒരു ചിലന്തിയുടെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഈയിടെ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെട്ട ഒരു മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ചിലന്തിയുടെ പേരാണ് ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ഈ ഒരു ചിലന്തിയുടെ പേര്. ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ചിലന്തിയുടെ പേര്. അപ്പൊ ഇവിടെ ഈ മീൻപിടുത്തക്കാരൻ എന്നല്ല പറഞ്ഞത്, മീൻപിടുത്തക്കാരൻ. ഡോളോ മെഡസ് മിഷോനസ്. ആ മിഷോ ഫിഷോ എന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മിഷോ ഫിഷോ, ഫിഷോ അതിനൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മീൻപിടുത്തത്തിലേക്ക് ഒന്ന് എത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു ചിലന്തിയാണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. മീൻപിടുത്തക്കാരൻ ഡോളോ മെഡസ് മിഷോനസ്. അപ്പൊ നമ്മുടെ ഈ വീട്ടിലൊക്കെ ഈ മിഷനൊക്കെ ഉണ്ടാവും, നമ്മൾ ഈ തയ്യൽ മിഷനൊക്കെ, അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചിലന്തി വില ചിലപ്പോൾ കാണുന്നത് കണ്ടിട്ടുണ്ടാവും. ഇത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വീട്ടിലുള്ള ആ മിഷന്റെ ഒക്കെ അടിയിലൊക്കെ ആയിട്ട്, ആ ചക്രത്തിന്റെ ഒക്കെ അവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ചിലന്തി വില നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ മീൻപിടുത്തക്കാരൻ ഡോളോ മെഡസ് മിഷോനസ്. അപ്പൊ മിഷൻ നമ്മുടെ വീട്ടിലുള്ള ഈ പറയുന്ന തയ്യൽ മിഷനൊക്കെ ഒന്ന് കണക്ട് വെച്ച് അവിടെയുള്ള ഈ ചിലന്തി വലയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് എന്താണ് ഒരു ചിലന്തിയാണെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ മീൻപിടുത്തക്കാരൻ എന്ന ആ ഒരു ഇതിലുള്ള മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ഒരു ചിലന്തിയുടെ പേരാണ് പഠിച്ചത്. പേരെന്താ? ഡോളോ മെഡസ് മിഷോനസ് എന്നാണ് ചിലന്തിയുടെ പേര്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ അക്കാദമി യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കാനുള്ള നടപടികൾക്കായിട്ട് ഇന്ത്യയിൽ ഈ അടുത്ത് ഒരു ഉപപ്രധാനമന്ത്രി എത്തി. അപ്പൊ അത് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ആ ഉപപ്രധാനമന്ത്രിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ആന്റോണിയോ ടജാനി ആണ്. ആരാണ്? ആന്റോണിയോ ടജാനി. ആന്റോണിയോ ടജാനി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അക്കാദമിക യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കാനുള്ള നടപടികൾക്കായിട്ട് ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയാണ് ആന്റോണിയോ ടജാനി. ആരാണ്? ആന്റോണിയോ ടജാനി. അക്കാദമിക യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കാനുള്ള നടപടികൾക്കായിട്ട് ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയാണ് ആന്റോണിയോ ടജാനി. ആരാണ്? ആന്റോണിയോ ടജാനി. ഇനി ഒരു ആത്മകഥയുടെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആത്മകഥയുടെ പേര് ആദ്യം പറയാം. ആത്മകഥയുടെ പേര് ഗോൾഡ് എന്നാണ്. എന്താണ്? ഗോൾഡ് എന്നാണ് ആത്മകഥയുടെ പേര്. ഗോൾഡ് എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോസ് ആലുക്കാസിന്റെയാണ്. ജോസ് ആലുക്കാസിന്റെ ആത്മകഥയാണ് ഗോൾഡ്. ജോസ് ആലുക്കാസിന്റെ ആത്മകഥയാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഗോൾഡ് റീറ്റെയിൽ ജ്വല്ലറി മേഖലയിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്, നമുക്കറിയാം, ജോസ് ആലുക്കാസ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഗോൾഡ്. പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇത് UAE. ഇത് ഓർത്തിരിക്കണം. നമ്മളപ്പോൾ USA അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ചിലപ്പോൾ അതൊക്കെ കൊടുക്കും. റഷ്യ, USA അങ്ങനെയുള്ള രാജ്യങ്ങളുടെ പേരായിരിക്കും കൊടുക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് UAE എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് UAE എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പ്രതിരോധം കൂടാതെ വാണിജ്യം, വ്യാപാരം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ രംഗങ്ങളിൽ പരസ്പര സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിലായാലും ഒപ്പുവെച്ചിരിക്കുകയാണ്. UAE ഒപ്പുവെച്ചിരിക്കുകയാണെന്നായാലും ഓർത്തിരിക്കുക.
ഇനി ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 12-ാം തീയതിയാണ്. ഏപ്രിൽ 12-ാം തീയതിയാണ്. എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 12-ാം തീയതിയാണ്. അതായത് ഓർത്തിരിക്കുക, ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. ഇതോടെ പരിചയപ്പെട്ടെന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എപ്പോഴാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏപ്രിൽ 12-ാം തീയതിയാണ്. പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് UAE ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.